ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ആശയത്തെക്കുറിച്ചാണ്. നമുക്കത് പഠിക്കാൻ തുടങ്ങിയാലോ? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും സാമൂഹിക പരിഷ്കർത്താക്കളും. എന്താണ് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ? അതായത് നമ്മുടെ പഴയകാല സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞൊരു സമൂഹമായിരുന്നു. ജാതി വ്യവസ്ഥ, സ്ത്രീകളെ അവഗണിക്കൽ, ഒരുപാട് ബാലവിഭാഗങ്ങൾ നടന്നിരുന്നു. അതുപോലെ തന്നെ അന്യായമായ മതപരമായ അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങളാൽ നിറഞ്ഞതായിരുന്നു പഴയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് പഴയ ആചാരങ്ങളും അനാചാരങ്ങളും മാറ്റി നമ്മുടെ സമൂഹത്തെ സമത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഒരുപോലെ തുല്യരായി കണ്ടുകൊണ്ട് പുതിയ സമത്വ സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനങ്ങളെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയ ചരിത്രപ്രധാനമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വളർച്ചയിൽ നിർണായകമായ സ്ഥാനമാണ് കൈവരിക്കുന്നത്. അതായത് ഇതിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം, ജനങ്ങളെ എല്ലാവരെയും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ആ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അതിലൂടെ സമത്വവും നീതിയും ഉറപ്പുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളെ അവഗണിച്ചിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീ ശക്തിയെ ശാക്തീകരിക്കുക, ദുരാചാരങ്ങൾ നിരോധിക്കുക, വിദ്യാഭ്യാസ വികസനം തുടങ്ങിയ മേഖലകളിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? പ്രധാനമായിട്ട് ഈ പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? അതിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും സമത്വം ഉറപ്പാക്കുക. അതായത് നമ്മുടെ സമൂഹത്തിൽ താഴ്ന്നതെന്നോ ഉയർന്നതെന്നോ കണക്കാക്കാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഒരുപോലെ കാണുക, തുല്യരായി കാണുക എന്നതാണിത് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ കാര്യം. അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അനീതികൾ, അസമത്വങ്ങൾ, അനാരോഗ്യമായ ആചാരങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് വഴി സമൂഹത്തെ കൂടുതൽ പുരോഗമനപരമായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഏകോപിതമായ ശ്രമങ്ങളാണ്. അതായത് സമൂഹത്തിലുണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പുരോഗമനപരമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തതായിട്ട് പറയുന്നത് സമൂഹത്തിലെ മൂല്യങ്ങളിലും സ്ഥാപനങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യം. അപ്പം ഈ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മൂല്യങ്ങളിലും സ്ഥാപനങ്ങളിലും ഗുണപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമത്വം, വിദ്യാഭ്യാസ സൗകര്യം, അതായത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അല്ലാതെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. അതുപോലെ മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനുഷ്യാവകാശങ്ങളുണ്ട്, ഓരോരുത്തർക്കും മനുഷ്യാവകാശങ്ങളുണ്ട്. അത്തരം അവകാശങ്ങളെയൊക്കെ സംരക്ഷിച്ച് റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സാമൂഹ്യ നീതി തുടങ്ങിയ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നത് വഴി മാത്രമേ സാമൂഹ്യ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും അവരിലെ ശാക്തീകരണം ഉറപ്പാക്കുകയും ചെയ്യുന്നത് പ്രസ്ഥാനങ്ങൾ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടുന്നു. അതായത് നമുക്കറിയാം, പണ്ടത്തെ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളെ ഏറ്റവും താഴെത്തട്ടിൽ
ലായിരുന്നു അവരെ കണ്ടിരുന്നത്. അവർക്ക് ഒരു രീതിയിലുള്ള പുരോഗമനവും അവർക്കുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ പിന്നോക്ക വിഭാഗത്തിൽ പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തണം. അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അവയെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് അവരിൽ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. നമ്മൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്താണ്, അതിൻ്റെ പ്രാധാന്യ ലക്ഷ്യം നോക്കി. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യം നോക്കുന്നത് രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ്. ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവും ചിന്തകനുമായിരുന്ന രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂതമതങ്ങളിൽ അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനായ രാജാറാം മോഹൻ റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ ഏറെ സ്വാധീനിച്ചിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും രാജാറാം മോഹൻ റോയി അറിയപ്പെടുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രധാന പ്രവർത്തനമെന്ന് പറയുന്നത് സതി നിർത്തലാക്കുന്നതിന് മുഖ്യമായി പങ്കുവഹിച്ചു. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ സതി എന്ന് പറയുന്ന ദുരാചാരം പ്രചാരത്തിലുണ്ടായിരുന്നു. എന്താണ് ഈ സതി എന്ന് പറയുന്നത്? അതായത് 70-80 വയസ്സുള്ള പ്രായമുള്ള പുരുഷന്മാർ അവർ വിവാഹം കഴിക്കുന്നത് എത്രയാണ്? 18-20 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ ആയിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടെങ്കിലും ഈ പുരുഷന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവനോടെ തൻ്റെ ഭാര്യയെയും ആ ചിതയിൽ ചാടി മരിക്കണം എന്നൊരു ദുരാചാരം അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയി അദ്ദേഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അദ്ദേഹത്തിൻ്റെതാണ് പങ്കോടുകൂടി ഈ ഒരു സതി എന്ന ദുരാചാരം നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അടുത്തതായി അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനമാണ് ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. അതായത് അന്നത്തെ സമൂഹത്തിൽ എന്താണ്, ഒരുപാട് ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ വിഗ്രഹാരാധന അങ്ങനെ തുടങ്ങിയ ദുരാചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയി അത്തരം ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ പൂർണ്ണമായി എതിർത്തിരുന്നു. പൗരോഹിത്യം, ആചാരങ്ങൾ, യാഗങ്ങൾ എന്നിവയ്ക്ക് എതിരായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അതിനെതിരെ ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യദൈവത്തെ ആരാധിക്കുക. ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു നിത്യദൈവത്തെ ആരാധിക്കുക എന്നത്. അടുത്തത് ശൈശവ വിവാഹം, ബഹുഭാരിത്വം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി. ശൈശവ വിവാഹം, അതായത് അന്നത്തെ ആ ഒരു സമൂഹത്തിൽ കൂടുതലും 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ശൈശവ വിവാഹത്തെ അദ്ദേഹം പൂർണ്ണമായി എതിർത്തിരുന്നു. അതോടൊപ്പം തന്നെ ബഹുഭാരിത്വം, ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്ന ആ ഒരു രീതിയെയും ശൈശവ വിവാഹത്തെയും എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ അദ്ദേഹം ശക്തമായിട്ട് പോരാടി. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ പണിതു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അതായത് വിഗ്രഹാരാധന, ഒരാൾക്ക് ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുക, യാഗങ്ങൾ അർപ്പിക്കുക, അല്ലെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ അദ്ദേഹം എതിർത്തു. അതിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സതി നിർത്തലാക്കി, ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു, ശൈശവ വിവാഹം, ബഹുഭാരിത്വം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി, ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ പണിതു, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്ത ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫൂലെ. 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലാണ് ഫൂലെ ജനിച്ചത്. അദ്ദേഹം ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തകനാണ്, എഴുത്തുകാരനും ഒപ്പം ചിന്തകനും കൂടിയായിരുന്നു. മനുഷ്യസമത്വം, വിദ്യാഭ്യാസം, ലിംഗസമത്വം, ജാതിവിരുദ്ധത എന്നിവയാണ് ഫൂലെയുടെ മുഖ്യ ആശയങ്ങളെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ജാതി വിവേചനത്തെയും അനാചാരങ്ങളെയും ശക്തമായിട്ട് ചോദ്യം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ദളിതരുടെ ഉയർച്ചയ്ക്കായി അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. ഫൂലെയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെ ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും ആരംഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒപ്പം കൂടെയുണ്ടായിരുന്നു. ജ്യോതിറാവ് ഫൂലെയുടെ പ്രധാന പ്രവർത്തനങ്ങൾ:
മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടിയിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസം, മതചട്ടങ്ങൾ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹം സത്യശോധക് എന്ന സംഘടന ആരംഭിച്ചു. ഈ ഒരു സംഘടന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുപോലെ അനാവശ്യ ജാതി വ്യവസ്ഥ, മതചട്ടങ്ങൾ എന്നിവയ്ക്കെതിരെ ഉള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഈ ഒരു സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയത്. അതുപോലെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ജനത അദ്ദേഹത്തെ ആദരസൂചകമായി മഹാത്മാ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. മഹാത്മാ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഫൂലെ സത്യശോധക് സമാജത്തിലൂടെ നേതൃത്വം നൽകി. അദ്ദേഹം ജാതി, മതം, ലിംഗം എന്നിവയ്ക്കനുസരിച്ചുള്ള വിവേചനങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും വിദ്യാഭ്യാസം സമൂഹ മാറ്റത്തിന് പ്രധാന ആയുധമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പള്ളിക്കൂടങ്ങളും അതുപോലെ തന്നെ നിശാ പാഠശാലകളും സ്ഥാപിച്ചു. വിദ്യാഭ്യാസമാണ് സമൂഹ മാറ്റത്തിന് പ്രധാന ആയുധമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം ജ്യോതിറാവ് ഫൂലെയുടെ പ്രധാന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടി. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു. കാരണം ഇത്തരം എന്താണ്, സ്ത്രീകളെയും ദളിതർക്കും എന്താണ്, ഒരുപാട് പഠിക്കാൻ അവസരങ്ങളില്ലായിരുന്നു. അവരെ എന്താണ്, ഒരു വീടിനുള്ളിൽ തന്നെ തറച്ചിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്താണ്, ഈ സ്ത്രീകൾ, ദളിതർ അവർക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചു. വിധവാ വിവാഹം നടപ്പിലാക്കി. അതുപോലെ മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് പണ്ഡിത രമാബായിയെക്കുറിച്ചാണ്. 1888 ഏപ്രിൽ 23 കർണാടകയിലാണ് രമാബായി ജനിച്ചിരുന്നത്. സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ ഒരു ശക്തമായ സ്ത്രീ സാന്നിധ്യം തന്നെയായിരുന്നു പണ്ഡിത രമാബായിയുടേത്. സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ രമാബായിക്ക് ആഴത്തിലുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നതിനാൽ കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകിയാണ് ആദരിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹ്യ അനീതികൾക്കും അവരെ വിദ്യാഭ്യാസമായി ശാക്തീകരിക്കേണ്ടത് ആവശ്യകതയ്ക്കുമെതിരെ രമാബായി ശക്തമായി പ്രവർത്തിച്ചിരുന്നു. കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിത രമാബായിയുടെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരു ശക്തമായ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായിയുടേത്. ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു പതിവ് നിലനിന്നിരുന്നു. ആ ഒരു അനീതിക്കെതിരെ രമാബായി ധൈര്യമായി ശബ്ദമുയർത്തുകയും കുട്ടികളുടെ ബാല്യം സംരക്ഷിക്കണമെന്ന അവകാശവാദം അവർ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിലൂടെ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക, അവർക്ക് തൊഴിൽ നൽകുക, പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുക, പരിശീലനം എന്നിവ ലഭിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആര്യ മഹിളാ സമാജം എന്ന സംഘടന രമാബായി രൂപീകരിച്ചു. അപ്പോൾ രമാബായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ഇതിലൂടെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകൾക്ക് സംരക്ഷണം, തൊഴിൽ, പഠനം, പരിശീലനം തുടങ്ങിയവയാണ്. ഇത് ഇന്ത്യയിലെ ആദ്യ വനിതാ സംഘടനകളിൽ ഒന്നായിരുന്നു. അപ്പം ആര്യ മഹിളാ സമാജം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ സംഘടനകളിൽ ഒന്നായിരുന്നു. ഇതുകൂടാതെ വിധവകൾക്ക് വീണ്ടും വിവാഹിതരാകാൻ അവകാശം നൽകണമെന്ന് രമാബായി സമൂഹത്തെ ബോധവൽക്കരിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി അല്ലെങ്കിൽ വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രമാബായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചു. കൂടാതെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പം അദ്ദേഹം പണ്ഡിത രമാബായി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു.
കുട്ടികളുടെ ബാല്യം സംരക്ഷിക്കണമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം, തൊഴിൽ, പഠനം, പരിശീലനം എന്നിവ ലഭിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആര്യമഹിളാ സമാജം എന്ന സംഘടന പണ്ഡിത രമാബായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. അതുപോലെ തന്നെ വിധവകൾക്ക് വീണ്ടും വിവാഹിതരാകാൻ അവകാശം നൽകണമെന്നും രമാബായി സമൂഹത്തെ ബോധവൽക്കരിക്കുകയും വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ഥാപിച്ചു. കൂടാതെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനും തൊഴിൽ നൽകുന്നതിനുമായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പണ്ഡിത രമാബായിയെ പ്രധാന സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒന്നായി. നമ്മളിന്ന് പഠിച്ച ആശയത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതുക. ശേഷം നിങ്ങൾ ഉത്തരങ്ങൾ ഞാൻ പരിശോധിക്കുകയും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു നൽകുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വിധവകളുടെ പുനരധിവാസത്തിനായി പണ്ഡിത രമാബായി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം എഴുതി വളരെ നല്ല കാര്യം. ഉത്തരങ്ങളിൽ എന്തെങ്കിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന ആശയത്തെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കിയതുമായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.